സിനിമാ ലോകത്തു നിന്നുള്ള ഒരു വിയോഗ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. സംവിധായകനും ഛായാഗ്രഹനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. നിരവധി ഹിറ്റ് സിനിമകളുടെ സംവിധായകനാണ്. ബിനിൽ പോത്തൻ ബാബു നൽകും വിവരങ്ങൾ. ബിനിൽ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്? നമുക്കറിയാം, മലയാളത്തിൽ ഉൾപ്പെടെ കുറച്ച് സിനിമകൾ മാത്രമാണ് അദ്ദേഹം ചെയ്തത്. പക്ഷേ യോദ്ധ, ഗന്ധർവം, നിർണയം തുടങ്ങി മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടെയുള്ളവരെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ സംവിധാനം ചെയ്ത സിനിമകളൊക്കെ സൂപ്പർ ഹിറ്റായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കാനാകുന്നത്? വിനീത, മലയാള ചലച്ചിത്ര ശാഖയെ സംബന്ധിച്ച്, ഇന്ത്യൻ ചലച്ചിത്ര ശാഖയെ സംബന്ധിച്ച് വലിയൊരു നഷ്ടം തന്നെയാണ് ഇപ്പോൾ സംഗീത് ശിവന്റെ വിയോഗത്തിലൂടെ വന്നു ചേർന്നിരിക്കുന്നത്. മുംബൈയിൽ അല്പസമയം മുമ്പാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. മുംബൈയിലെ കോകിലാബെൻ അംബാനി ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് ആശുപത്രി അധികൃതർ അല്പം മുമ്പ് അറിയിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്താക്കുറിപ്പ് ഇറക്കുമെന്നും കോകിലാബെൻ അംബാനി ആശുപത്രി അധികൃതർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ഭാര്യയ്ക്കും മകൾക്കും ഒപ്പം അവിടെ കുറച്ചു കാലമായി ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട അദ്ദേഹം ചികിത്സയിൽ തുടരുകയായിരുന്നു. സഹോദരൻ സന്തോഷ് ശിവൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുംബൈയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. വിനീത ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മലയാളത്തിലെ ഏറ്റവും എടുത്തു പറയത്തക്കതായ ചില ചിത്രങ്ങൾ ബോളിവുഡിലേക്ക് ഉൾപ്പെടെ, മലയാളത്തിൽ നിന്ന് പോയി ബോളിവുഡിൽ ഉൾപ്പെടെ ഹിറ്റുകൾ ചെയ്തിട്ടുള്ള ആദ്യത്തെ സംവിധായകരിൽ ഒരാളാണ് സംഗീത് ശിവൻ എന്ന് എടുത്തു പറയേണ്ടതാണ്. മലയാളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ അദ്ദേഹത്തിൻ്റെ ചിത്രം എന്ന് എടുത്തു പറയാവുന്നത് 1990 പുറത്തിറങ്ങിയിരിക്കുന്ന വ്യൂഹം എന്ന ചിത്രമാണ്. അതിൽ രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച വ്യൂഹം എന്ന ചിത്രം പ്രേക്ഷകരുടെയും നിരൂപകരുടെയും ഒരേ വിധത്തിലുള്ള പ്രശംസ പിടിച്ചുപറ്റിയ ചിത്രമാണ്. അതിനുശേഷമാണ് മോഹൻലാലിന് അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് നൽകുന്ന യോദ്ധ എന്ന ചിത്രം, നേപ്പാളിന്റെ പശ്ചാത്തലത്തിൽ നേപ്പാളിന്റെ ഭംഗി മുഴുവൻ കാണിച്ചു തന്ന സന്തോഷ് ശിവൻ എന്ന ഛായാഗ്രഹനെ കൂടി കാണിച്ചു തന്ന സംഗീത് ശിവൻ സംവിധാനം ചെയ്തിട്ടുള്ള യോദ്ധ എന്ന ചിത്രം പുറത്ത് ഇറങ്ങുന്നത്. യോദ്ധയ്ക്ക് ശേഷം മോഹൻലാലിന് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിറ്റായി മാറിയിട്ടുള്ള ഗാന്ധർവം, നിർണയം മുതലായ ചിത്രങ്ങളും മലയാളത്തിൽ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഒരുപിടി ചിത്രങ്ങൾക്ക് അദ്ദേഹം ക്യാമറ ചലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. AR റഹ്മാനെ മലയാളത്തിലേക്ക് ആദ്യമായി എത്തിച്ച സംവിധായകനും സംഗീത് ശിവനാണ്. അദ്ദേഹത്തിൻ്റെ ഹിന്ദി സംഗീത സംവിധായകനായിട്ടുള്ള ആഘോഷിനെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രേക്ക് നൽകിയ ഒരു സംവിധായകനും അദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു പിടി ആർട്ടിസ്റ്റുകൾക്ക് പുതുതായി ഒരു ദിശ പകർന്നു നൽകിയ ഒരു സംവിധായകനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ആ വിധത്തിൽ ശ്രദ്ധേയമാകുന്നതാണ്. 1959 ഛായാഗ്രഹകനും ഹരിപ്പാട് സ്വദേശിയുമായിട്ടുള്ള പടത്തത്തിൽ ശിവന്റെയും ഹരിപ്പാട് സ്വദേശിനി ചന്ദ്രമണിയുടെയും മകനായി തിരുവനന്തപുരത്ത് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. ഹരിപ്പാട് സ്വദേശിയാണെങ്കിലും അദ്ദേഹത്തിന്റെ ജനനം തിരുവനന്തപുരത്തായിരുന്നു. കർമ്മ മേഖലയും സന്തോഷ് ശിവനോടൊപ്പം തിരുവനന്തപുരത്തായിരുന്നു. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉൾപ്പെടെ സിനിമ പഠിക്കാൻ ആദ്യം പോയത് സഹോദരനായിട്ടുള്ള സന്തോഷ് ശിവനാണ്. അതിനുശേഷം സന്തോഷ് ശിവൻ ഛായാഗ്രഹ രംഗത്തേക്ക്, അതായത് ഒരു സിനിമോട്ടോഗ്രാഫറായി വരുന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്. ശരി ബിനിൽ, തുടരുക. നമുക്കറിയാം, സംഗീത് ശിവൻ, സന്തോഷ് ശിവൻ, സഞ്ജീവ് ശിവൻ ത്രയത്തിന്റെ സിനിമാ ലോകത്തെ സംഭാവനകൾ നമുക്കറിയാം. ഇപ്പോൾ നിർമ്മാതാവ് G. സുരേഷ് കുമാർ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചെയ്യുന്നു. ശ്രീ സുരേഷ് കുമാർ, താങ്കളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ അടുപ്പമുള്ള ഒരാളെ കൂടിയാണ് നഷ്ടമാകുന്നത്. എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഹൃദയാഘാതമായിരുന്നു മരണകാരണം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. സംഗീത് 2-3 ദിവസമായിട്ട് വെന്റിലേറ്ററിലായിരുന്നു. അപ്പോൾ ഇന്ന് ഒരു ഓപ്പറേഷനിലേക്ക് പോവും എന്ന് പറഞ്ഞിരുന്നു. അതിന് തൊട്ട് മുമ്പാണ് ഈ വിയോഗം ഉണ്ടായത്, 4 മണിയോട് അടുപ്പിച്ച്. അതാണ് ഞാൻ അറിഞ്ഞത് സംഭവം. അപ്പം ഞാൻ അയാളുടെ അളിയനുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആയിരുന്നു. അപ്പോഴാണ് ഈ വിവരങ്ങൾ കിട്ടിയത്. ഞാൻ ഇന്നലെയൊക്കെ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ വെന്റിലേറ്ററിലാണെന്ന് അറിഞ്ഞത്. ഞാനും സംഗീതമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത്, ഞങ്ങൾ 1-ാം ക്ലാസ് മുതൽ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ പഠിച്ച ആൾക്കാർ. തിരുവനന്തപുരത്ത് ഹോളി ഏഞ്ചൽസ് കോൺവെന്റിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച്. അപ്പം ആ ബന്ധം ഞങ്ങൾ ഇപ്പോഴും ഈ സിനിമ ജീവിതത്തിൽ ഈ സമയം വരെ ഞങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നോട് വളരെ സ്നേഹവും അടുപ്പവും, എപ്പോഴും എന്ത് കാര്യത്തിന് എന്നെ വിളിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു സന്തോഷ്. സംഗീതിന്റെ ഞാൻ ശിവൻ സ്റ്റുഡിയോയിലാണ് പണ്ട് നമ്മൾ പോയിട്ട് ഈ ഫോട്ടോഗ്രാഫിയുടെ ആദ്യ കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നത്, സംഗീതിന്റെ കൂടെ ഇരുന്നിട്ട്. സംഗീത് അന്ന് സ്ഥിരമായിട്ട് ശിവൻ സ്റ്റുഡിയോയിൽ വരികയും, അന്ന് സന്തോഷ് സിനിമയിൽ പോകുന്ന എനിക്ക് ഒരിക്കലും ഞങ്ങൾ ആരും വിചാരിച്ചിരുന്നില്ല. സംഗീത് പോകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അന്നേ സംഗീത് 16mm ക്യാമറയും കാര്യങ്ങളും ഒക്കെ ചെറിയ പ്രായത്തിലെ സംഗീതിന് അത് ചലിപ്പിക്കാനുള്ള പ്രാഗൽഭ്യവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അത് സംഗീത് ചെയ്യുമായിരുന്നു അവിടെ സ്വന്തം സ്റ്റുഡിയോയിൽ തന്നെ. അപ്പൊ അത്രത്തോളം മിടുക്കനായിട്ടുള്ള ഒരാള് സംഗീത്. നിരവധി സിനിമകൾ മലയാളത്തിലും ഹിന്ദിയിലും നിരവധി സിനിമകൾ ചെയ്തിട്ടുള്ള സംഗീത്
ഇന്ത്യൻ സിനിമാ ലോകത്തിലെ നല്ലൊരു ഏറ്റവും നല്ല അത്യുന്നതങ്ങളിൽ ബോളിവുഡിൽ നിന്നും ഒരു മലയാളി എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രിയം കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പടം ചെയ്തിട്ടുള്ളത് സംഗീതമാണെന്ന് തോന്നുന്നു, മലയാളി എന്ന നിലയിൽ. അപ്പം സംഗീത് ഇപ്പം ഒരു വെബ് സീരീസും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് സംഗീത് ഇങ്ങനൊരു പെട്ടെന്ന് ഈ രോഗബാധിതനായത്. സംഗീതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീത് ഞാൻ എൻ്റെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ്. ഞങ്ങൾ സംഗീതിന്റെ അച്ഛനായാലും സന്തോഷായാലും സംഗീതിന്റെ അനിയൻ സഞ്ജീവായാലും ഞങ്ങളൊക്കെ എത്രയോ വർഷങ്ങളായിട്ടുള്ള പരിചയക്കാരാണ് ഞങ്ങളെല്ലാവരും. അപ്പൊ സന്തോഷിന്റെ അച്ഛൻ ഞങ്ങളൊക്കെ ഒരു ഗുരുസ്ഥാനീയനായിട്ട് കാണുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വളരെ നഷ്ടം തോന്നിക്കുന്ന നിമിഷങ്ങളാണ് നമുക്ക്. എനിക്കറിയാം താങ്കൾക്ക് അത് വൈകാരിക നിമിഷം തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ അദ്ദേഹത്തെ ഇപ്പോൾ ഓർത്തെടുക്കുമ്പോൾ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ബോളിവുഡിൽ ഒരുപക്ഷെ മലയാളിയുടെ ഒരു സാന്നിധ്യം അറിയിച്ച, അല്ലെങ്കിൽ നമുക്ക് ഏറെ അഭിമാനം തോന്നുന്ന ഒരു സംവിധായകനായിരുന്നു. മലയാളത്തിലേക്ക് എത്തിയാൽ യോദ്ധ പോലെയുള്ള അല്ലെങ്കിൽ നിർണയം പോലെയുള്ള പടങ്ങൾ അത് മാത്രം മതിയാകും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നതിന് എന്ന് തന്നെയാണ് തോന്നുന്നതല്ലേ? യോദ്ധയിലെ ഓരോ ഇത് മാത്രം മതിയല്ലോ. യോദ്ധയിലെ അവിടുത്തെ തമാശ രംഗങ്ങൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള തമാശ രംഗങ്ങളും ആ പാട്ടും ഒക്കെ നമുക്ക് എന്നെന്നും ഓർമ്മിക്കാൻ പറ്റുന്ന സിനിമകളാണ്. അന്ന് ഇത്രയും ധൈര്യപൂർവ്വം ഒരു സിനിമ ചെയ്യാനായിട്ട് നേപ്പാളിലൊക്കെ പോയി സിനിമ ചെയ്ത എന്ന് പറയുന്നത് അതൊരു വലിയ കാര്യം തന്നെയാണ്. അത് സംഗീത് പിന്നെ വളരെ ഹോംവർക്ക് ചെയ്യുന്ന ഒരു ടെക്നീഷ്യനാണ്. എല്ലാം വളരെ കൃത്യമായിട്ട്, അയാൾ ഒരു ഫോട്ടോഗ്രാഫറും കൂടെ ആയതുകൊണ്ട് കൃത്യമായ ഫ്രെയിമുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഈ അടുത്ത കാലത്ത് ഒരു 6 മാസം മുമ്പ് ഈ തിരുവനന്തപുരത്ത് ശിവൻ സ്റ്റുഡിയോയുടെ ഒരു ഗാലറി തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഉദ്ഘാടനത്തിന് വിളിക്കുകയും ഞാനവിടെ പോവുകയും എന്നെ അവിടെ കൊണ്ടിരുത്തി അവിടെ ലൈറ്റപ്പ് ചെയ്ത് കുറെ ഫോട്ടോകൾ എടുക്കുകയും ചെയ്തു. അതൊക്കെയാണ് എനിക്ക് അതിനുശേഷം ഞാൻ 2-3 പ്രാവശ്യം ഞങ്ങൾ ഫോണിൽ സംസാരിച്ചല്ലാതെ അന്നാണ് ശരിക്കും ഞാൻ സംഗീതനെ അവസാനമായിട്ട് കാണാൻ പറ്റിയത്. വളരെ നന്ദി ശ്രീ ജി സുരേഷ് കുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ നഷ്ടം കൂടിയാണ്. ഏതായാലും അല്പം മുൻപാണ് അദ്ദേഹത്തിൻ്റെ മരണം സ്ഥിരീകരിക്കുന്നത്. മുംബൈയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ശസ്ത്രക്രിയയ്ക്ക് തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുൻപാണ് അന്ത്യം സംഭവിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തു കൂടിയായ ജി സുരേഷ് കുമാർ പറയുന്നത്. ബിനിൽ പോത്തൻ ബാബു തുടരുന്നു. ബിനിൽ, ഇപ്പോൾ ശ്രീ സുരേഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ മലയാളി എന്ന നിലയിൽ ബോളിവുഡിലെത്തി അവിടെ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, ഒരുപക്ഷെ പ്രിയദർശനെ പോലെ തന്നെ നിരവധി സിനിമകൾ, ഹിറ്റ് സിനിമകൾ ബോളിവുഡിൽ ചെയ്ത ആളാണ് സംഗീത് ശിവൻ. സണ്ണി ഡിയോളിനൊപ്പം തന്നെ അദ്ദേഹം നിരവധി സിനിമകൾ സംവിധാനം ചെയ്യുകയും ചെയ്തു. ഉറപ്പായിട്ടും വിനീത, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ മലയാളത്തിന് പുറത്തേക്ക് മലയാളിയായിട്ടുള്ള ഒരു സംവിധായകന് വളരാൻ സാധിക്കും എന്ന് കാണിച്ച് തന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കലാകാരൻ തന്നെയാണ് സംഗീത് ശിവൻ എന്ന് പറയുന്നത്. ആ സഹോദരങ്ങളെല്ലാം തന്നെ ആ വിധത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിരുന്നു. സംഗീത് ശിവന്റെ സിനിമകളെല്ലാം തന്നെ ആ വിധത്തിൽ ശ്രദ്ധേയമായതുകൂടിയാണ്. 1997 സണ്ണി ഡിയോൾ നായകനായ സോർ എന്ന സിനിമയിലാണ് അദ്ദേഹം ബോളിവുഡിൽ തുടക്കമിടുന്നത്. അന്ന് സണ്ണി ഡിയോളിനെ പോലെ ഒരു ആംഗ്രി യങ് മാൻ പരിവേഷമുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള ഒരു യുവതാരത്തിന്റെ ഡേറ്റ് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനെപ്പറ്റി ഒരു ഇന്റർവ്യൂവിൽ തന്നെ സംഗീത് ശിവൻ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ മുൻ ചിത്രങ്ങൾ, മലയാളത്തിലുള്ള മുൻ ചിത്രങ്ങൾ ഉൾപ്പെടെ കണ്ട് ആകൃഷ്ടനായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ഈ വിവരിക്കേണ്ടി വന്നില്ല തന്റെ സിനിമാ അനുഭവത്തെ പറ്റി എന്ന് സംഗീത് ശിവൻ പറഞ്ഞു വെക്കുന്നത് ഒരു ഇന്റർവ്യൂവിലൂടെ പറഞ്ഞ് നമുക്ക് ഈ അവസരത്തിൽ ഓർത്തെടുക്കാൻ സാധിക്കുന്നു. ആ അർത്ഥത്തിൽ അതുല്യമായ ഒരു പ്രതിഭ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെയാണ് സംഗീത് ശിവൻ എന്ന് പറയാൻ സാധിക്കും. സന്ധ്യ, ചുരാലിയ ഹേ തുമ്നെ, ക്യാ കൂൾ ഹേ തും ഉൾപ്പെടെയുള്ള 90കളുടെ അവസാനം 2000കളിൽ പുറത്തിറങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ചിത്രങ്ങളിലെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട സംവിധാന രംഗത്ത് അദ്ദേഹത്തിന് ശോഭിക്കാനായി. ഛായാഗ്രാഹകൻ എന്ന നിലയിലും അദ്ദേഹത്തിന് വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ആവുകയും ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയെ മറ്റ് ഫിലിം ഇൻഡസ്ട്രികളിൽ അടയാളപ്പെടുത്താൻ കൂടി സംഗീത് ശിവന് സാധിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. എന്തായാലും അദ്ദേഹം പല സിനിമകളുടെയും നിർമ്മാണ രംഗത്തും മലയാളത്തിൽ ഉൾപ്പെടെ നിർമ്മാണ രംഗത്തും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് 20ഓളം സിനിമകൾ മാത്രമേ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും 20 സിനിമകളും എടുത്തു പറയത്തക്കതായ രീതിയിലുള്ള ശ്രദ്ധ നേടിയിട്ടുള്ള, പ്രേക്ഷകരുടെയും നിരൂപകരുടെയും പ്രശംസ ഒരേപോലെ പിടിച്ചു പറ്റിയിട്ടുള്ള സിനിമകളാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മലയാളത്തിൽ യോധ, ഡാഡി, ജോണി, ഗാന്ധർവം, നിർണയം, സ്നേഹപൂർവം, അന്ന തുടങ്ങിയ ചിത്രങ്ങൾ സംഗീത് ഒരുക്കിയിട്ടുള്ളതാണ്. ശരി ബിനിൽ, സംവിധായകൻ മധുപാൽ കൂടി ചേരുന്നു. സർ, അല്പം മുൻപാണ് ശ്രീ സംഗീത് ശിവന്റെ വിയോഗ വാർത്ത വരുന്നത്. താങ്കൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? ഞാനിതിപ്പോഴും വിവരം അറിഞ്ഞു വരുന്നുണ്ടാണ്. ഒരു മലയാള സിനിമയില്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ ഡിഫറെന്റ് ആയിട്ടൊരു വഴി ഉണ്ടാക്കിയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ് അത്. പ്രത്യേകിച്ച്
മലയാളത്തിലെ യോദ്ധ പോലൊരു സിനിമ തുടങ്ങുന്നു. അത് ഏറെ റഹ്മാനെ മലയാളത്തില് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. സന്തോഷ് ശിവനും സംഗീത് ശിവനും ചേർന്നിട്ടുണ്ടാകുന്ന ഒരു ഫ്രെയിം ഡിഫറെന്റ് ആകുന്നു. അതിനകത്തേക്ക് മോഹൻലാൽ വരുന്നു. ഇങ്ങനെ അതിന്റെ ഒരു തുടർച്ച പോലെ നിർണയം പോലൊരു സിനിമ വരുന്നു, വ്യൂഹം പോലൊരു സിനിമ വരുന്നു, ഡാഡി പോലെ അരവിന്ദ് സ്വാമി വെച്ചിട്ട് മലയാള സിനിമ ചെയ്തു. ഇങ്ങനെ ഒരുപാട് ഇന്ത്യൻ സിനിമയിലെ പല ആക്ടേഴ്സിനെയും മലയാളത്തിൽ പരിചയപ്പെടുത്തിയിട്ടുള്ള, മലയാളത്തിനോടൊപ്പം തന്നെ ഇന്ത്യൻ ഹിന്ദി സിനിമകളിലും ഒക്കെ തന്നെ വളരെ സജീവമായിട്ടുള്ള ഒരു ഫിലിം കൾച്ചർ സംഗീത് ശിവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ ഒരു മലയാളത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ സിനിമകൾക്കും ഒരു വളരെ നമ്മളൊരു സാധാരണ ഒരു അന്നുവരെ കണ്ടിട്ടുള്ള ഫ്രെയിമിംഗ് ആയിരുന്നില്ല, അന്നുവരെ കണ്ടിട്ടുള്ളൊരു പേസ് ആയിരുന്നില്ല. ഒരു ഡിഫറൻ്റായ വഴികളിൽ സിനിമ ചെയ്തിട്ട് ആ സിനിമകളെല്ലാം ഹിറ്റാക്കി മാറ്റുകയും ചെയ്തിട്ടുള്ളതാണ്. വ്യൂഹം പോലൊരു സിനിമയൊക്കെ വെച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള സിനിമയൊക്കെ വളരെ അന്നുവരെ കണ്ടിട്ടുള്ള ഗാങ്സ്റ്റർ മൂവീസിന്റെ സ്വഭാവങ്ങളൊന്നുമല്ലാത്ത ഒരു സിനിമ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ആലോചിക്കുന്നതിനകത്തും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിനകത്തും വേറിട്ട് ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് യോദ്ധ എന്ന സിനിമ. നമുക്കറിയാം അതിലെ ഓരോ ഫ്രെയിമും എന്തൊരു ഭംഗിയാണ്. ഇപ്പോഴും നമ്മളെ യോദ്ധയ്ക്കുള്ള ഒരു ഗുണമെന്ന് യോദ്ധ നമ്മുടെ ഫ്രെയിമിന്റെ മഹാത്മക അതിനകത്ത് തന്നെ ആലോചിച്ചാൽ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. നാടും നഗരവും രണ്ട് രാജ്യങ്ങൾ, ഇന്ത്യയിലെ കേരളത്തിലെ പോലെ ഒരു ഗ്രാമത്തിൽ നിന്ന് മാറി നേപ്പാളിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന ഫ്രെയിമിംഗ് വേറൊരു രീതിയാണ്. കാരണം അത് ഒരു ശരിക്കും തന്നെ ഹോളിവുഡ് സിനിമകളോടൊക്കെ കിടപിടിക്കാൻ പാകത്തിലുള്ള ഒരു ഫിലിം മേക്കിംഗ് കൾച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധായകനായ സംഗീത് ശിവൻ. ശരി, വലിയ നഷ്ടം തന്നെയാണ്. ശ്രീ മധുപാൽ, വളരെയധികം നന്ദി അവസരത്തിൽ പ്രതികരിച്ചതിന്. ഏതായാലും അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ യോദ്ധ, നിർണയം, ഗാന്ധർവം തുടങ്ങി മലയാളത്തിൽ എണ്ണം പറഞ്ഞ സിനിമകൾ, ഒപ്പം ബോളിവുഡിലും നിരവധി ഹിറ്റ് സിനിമകൾ ഒരുക്കിയ ഒരു പ്രതിഭയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അല്പം മുൻപ് മുംബൈയിലെ ആശുപത്രിയിൽ വെച്ചാണ് അദ്ദേഹം സംഭവിച്ചത്. കഴിഞ്ഞ 3 ദിവസമായി അദ്ദേഹം ആശുപത്രിയിലായിരുന്നുവെന്നാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടിയായ ജി സുരേഷ് കുമാർ പറഞ്ഞത്. ബിനിൽ ബോത്തൻ ബാബു വിവരങ്ങൾ നൽകുകയായിരുന്നു. നമുക്കറിയാം യോദ്ധയിൽ ഉൾപ്പെടെ ഓരോ സീനിലും അദ്ദേഹത്തിൻ്റെതായ കയ്യൊപ്പു ചാർത്തിയ സിനിമ തന്നെയായിരുന്നു. AR റഹ്മാനെ ആദ്യമായി മലയാളത്തിലെത്തിച്ചതും അദ്ദേഹവുമായുള്ള സൗഹൃദത്തിലൂടെ തന്നെയായിരുന്നു സംഗീത് ശിവൻ എത്തിച്ചതും. ഏതായാലും ഒരു വലിയ വിയോഗം ഈ ആഴ്ച സിനിമ ലോകത്തു നിന്നും വരുന്ന മറ്റൊരു വേദനിപ്പിക്കുന്ന വാർത്ത കൂടിയാണ്. സംഗീത് ശിവൻ്റെ സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടത്. സംവിധായകനും ഛായാഗ്രഹകനുമായ സന്തോഷ് ശിവൻ, അദ്ദേഹമാണ് സഹോദരൻ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട് ആശുപത്രിയിലേക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ മലയാള സിനിമയെ ബോളിവുഡിലും അടയാളപ്പെടുത്തിയ ഒരു പ്രതിഭയാണ് നമുക്ക് നഷ്ടമാകുന്നത്.